പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മോശക്കാരനല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് ഖൈറുൽ ഖുറൂൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ നല്ല നൂറ്റാണ്ട് 3 or 4 ആ നൂറ്റാണ്ടിലുള്ള അയിമ്മത്ത് മശായിഖന്മാർ അവർ വിശ്വസിച്ച അവരുടെ കാലഘട്ടത്തിൽ സ്ഥിരപ്പെട്ട അഖീദയാവണം നമ്മളെ അഖീദ. ആ നിലക്ക് പോയാൽ അള്ളാഹുവിലേക്കുള്ള ഈ പ്രയാണം അള്ളാഹുവിലേക്ക് എത്തിച്ചേരും സാധ്യമാകും. മറ്റൊന്ന് വഅമാലിൻ മുഖയ്യദത്തിൻ ബി ശരീഅത്തില്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ശരീഅത്ത്, ആ ശരീഅത്തിൻ്റെ പൂർണ്ണമായ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടാവണം നമ്മളെ അമലുകൾ. ഇപ്പോൾ ഫർള് മാത്രം ഷർത്തുകളൊക്കെ ഉണ്ടായാൽ അമലുകൾ സ്വീകരിക്കപ്പെടും. അതുപോലെ ആ അമലുകൾ സ്വീകരിക്കപ്പെടാൻ അതിനാവശ്യമാവുന്ന സുന്നത്തായ സംഗതികൾ, അതിൻ്റെ മറ്റുള്ള ആദാബുകൾ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാവണം. അപ്പോൾ നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തിനിക്ക് അതിൻ്റെ ഫർളുകളും ഷർത്തുകളൊക്കെ ഉണ്ടെങ്കിൽ നിസ്കാരം സഹിയാവും. പക്ഷെ അതുപോരാ, അതിൻ്റെ സുന്നത്തായ കാര്യങ്ങളെ മുഴുവൻ ശ്രദ്ധിച്ച് ചെയ്യണം, അതിൻ്റെ ആദാബുകളെ മുഴുവൻ പരിഗണിക്കണം. ഇതായിരുന്നു പഴയ കാലത്തുള്ള നമ്മളെ മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ ഇബാദത്തുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ ഇബാദത്തിൽ പരിഗണിക്കപ്പെടേണ്ട എല്ലാ സംഗതികളെയും പരിഗണിച്ചുകൊണ്ടായിരിക്കും. ഒരു വുളു ഉണ്ടാക്കുമ്പോൾ ഒരു വട്ടം കഴുകിയാലും മതിയല്ലോ, ഇനെന്തിനാ 3 വട്ടം കഴുകണം? ആ വുളു ഉണ്ടാക്കുമ്പോൾ ആ വുളുവിൽ ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാവണം ഒരു വുളു ചെയ്യേണ്ടത്. ആ വുളുവിൻ്റെ ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ അന്നിൽക്കാവണം. അതാണ് വഅമാലിൻ മുഖയ്യദത്തിൻ ബി ശരീഅത്തില്ല. മറ്റൊന്ന് ഖൽബിൻ യർഹാ ഹുദൂദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനാവുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ടതായ ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിർവരമ്പുകളെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഹൃദയമാണ് നമുക്കുണ്ടാവേണ്ടത്. ഹറാമായ ഒരു സംഗതിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ അതിനെ തടുക്കാൻ വേണ്ടി ഹൃദയത്തിലൊരു ബോധം ഉണ്ടാവണം. കറാഹത്തിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ, ഖിലാഫുൽ ഔലിയയിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ. ആ നിലക്ക് ജീവിക്കുന്ന ഒരു ഖൽബും ഒരു മനുഷ്യനിക്ക് ഉണ്ടാവണം. മറ്റൊന്ന് വഅഖ്ലാഖിൻ മുഖ്തബസത്തിൻ മിൻ അഖ്ലാഖി റസൂലില്ല, വഅഖ്ലാഖിൻ ആലിയത്തിൻ മുഖ്തബസത്തിൻ മിൻ അഖ്ലാഖി റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പകർത്തപ്പെടുന്ന ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങളും. റസൂലുള്ളാഹിക്ക് പൊതുജനങ്ങളോടുള്ള പെരുമാറ്റത്തിൻ്റെ ശൈലി ഉണ്ടായിരുന്നു. കുടുംബക്കാരോടുള്ള പെരുമാറ്റം, ഭാര്യമാരോടുള്ള പെരുമാറ്റം, മക്കളോടുള്ള പെരുമാറ്റം, ഖാദിമീങ്ങളോടുള്ള പെരുമാറ്റം, ഇങ്ങനെ ഓരോ പെരുമാറ്റങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ഓരോ മേഖലയിലുള്ള ഓരോ സമയത്തും നമ്മൾ സ്വീകരിക്കേണ്ടതായ മാർഗങ്ങൾ.